ചെറിയ വീടുകൾ മുതൽ വമ്പൻ സ്കൈസ്ക്രേപ്പറുകൾ വരെ എല്ലാ കെട്ടിടങ്ങൾക്കും സുശക്തമായ അടിത്തറ വേണം. പക്ഷെ യാതൊരു അടിത്തറയുമില്ലാതെ ആകാശത്ത് നിന്ന് തലകീഴായി തൂങ്ങിക്കിടക്കുന്ന ഒരു വമ്പൻ കെട്ടിടത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. അസാധ്യം എന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് തൂങ്ങിക്കിടക്കുന്ന വമ്പൻ ചവറായ അനാലമ്മ ചവറിന്റെ കഥയാണ്. ന്യൂയോർക്കിലെ ഒരു ചെറിയ ഡിസൈൻ സ്റ്റുഡിയോ ആയ ക്ലൗഡ്സ് ആർക്കിടെക്ചർ ഓഫീസ് എന്ന സ്ഥാപനമാണ് ഈ പുതിയ ഡിസൈനുമായി വന്നിരിക്കുന്നത്. ഈ സ്ഥാപനം നടത്തുന്ന ഒസ്റ്റാ ബ്രുഡാക്കവിച്ചും മസായുക്കി സോനോയും നയിക്കുന്ന ഗൗരവമേറിയ ഒരു വാസ്തുവിദ്യാ ചിന്താ പരീക്ഷണം. ക്ലൗഡ്സ് എന്നത് ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ സ്ഥാപനമല്ല. ചൊവ്വ ഗ്രഹത്തിനായി 3D പ്രിന്റഡ് ഐസ് വാസസ്ഥലം രൂപകൽപ്പന ചെയ്യാൻ അവർ നാസയുടെ ഒരു മത്സരം ജയിച്ചിരിക്കുന്നു. ഇതിനകം ഒരു സ്പേസ് എലിവേറ്ററിനുള്ള ആശയങ്ങളും ഗ്രഹാന്തര യാത്രയ്ക്ക് ധൂമകേതുക്കളെ ഫ്യുവൽ സ്റ്റോപ്പുകളായി ഉപയോഗിക്കുന്നതിനുള്ള ആശയങ്ങളും അവർ ഇതിനകം വികസിപ്പിച്ചു കഴിഞ്ഞു. അതായത് ബഹിരാകാശത്തെ ശാസ്ത്രകൽപ്പനയായല്ല, മറിച്ച് ഒരു യഥാർത്ഥ വാസ്തുവിദ്യാ സൈറ്റായി കാണുന്ന ഒരു സ്റ്റുഡിയോ ആണിത്. ആശയം ഇതാണ്: ഈ വമ്പൻ ടവറിന്റെ അടിത്തറ ഭൂമിയിൽ പണിയുന്നതിന് പകരം ആകാശത്ത് പണിയുക. ഒരു ഉൽക്കയുടെ മുകളിൽ അതിവേഗത്തിൽ പായുന്ന ഒരു ആസ്ട്രോയിഡ് പിടിച്ചെടുത്ത് ഭൂമിയുടെ ഉപരിതലത്തിന് ഏകദേശം 50,000 കിലോമീറ്ററിന് മുകളിൽ എക്സെൻട്രിക് ജിയോ സിൻക്രണൈസ്ഡ് ഓർബിറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുക. ആ ആസ്ട്രോയിഡിൽ നിന്ന് അസാധാരണമായി ബലമുള്ള കേബിൾ ഭൂമിയിലേക്ക് താഴ്ത്തുക. ആ കേബിളിന്റെ അറ്റത്ത് നിന്ന് ഒരു അമ്പരചുംബി സ്കൈസ്ക്രേപ്പർ തൂക്കിയിടുക. നിലത്തിരിക്കുന്നതല്ല, ബഹിരാകാശത്തെ ഒരു പാറയിൽ കെട്ടിയിട്ട് വായുവിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വമ്പൻ കെട്ടിടം. അനാലമ്മ എന്ന് ഈ ടവറിന് പേര് വരുന്നത് ജ്യോതിശാസ്ത്രത്തിൽ നിന്നാണ്. ഭൂമിയിലെ ഒരേ സ്ഥലത്ത് നിന്ന് വർഷത്തിലെ എല്ലാ ദിവസവും ഒരേ സമയത്ത് സൂര്യന്റെ ചിത്രങ്ങൾ പകർത്തി അവ ഒന്നിനു മുകളിൽ ഒന്നായി ഓവർലേ ചെയ്തു വെച്ചാൽ നമുക്ക് കിട്ടുക സംഖ്യയിലെ 8 എന്ന അക്കമാണ്. 8. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവും ഭ്രമണപഥത്തിന്റെ എക്സെൻട്രിസിറ്റിയും കാരണമാണ് ഈ ആകൃതി ഉണ്ടാകുന്നത്. ഇതിനെയാണ് അനാലമ്മ എന്ന് വിളിക്കുന്നത്. കെട്ടിടത്തിന്റെ ചലനത്തിനായി ക്ലൗഡ്സ് എയോ ഈ ആശയമാണ് കടമെടുക്കുന്നത്. ആസ്ട്രോയിഡിന്റെ ഭ്രമണപഥം എക്സെൻട്രിക് ഭ്രമണപഥമായതിനാൽ ടവർ ഭൂമിക്ക് മുകളിൽ ഒരു നിശ്ചിത സ്ഥലത്ത് തൂങ്ങിക്കിടക്കില്ല. അത് വടക്കും തെക്കും അർദ്ധഗോളങ്ങൾക്കിടയിൽ പ്രവചിക്കാവുന്ന ഒരു ദിനചക്രത്തിൽ സ്വന്തം അക്കം 8 പാത വരച്ചുകൊണ്ട് ആകാശത്തിലൂടെ സഞ്ചരിക്കും. ഈ നമ്പർ 8 പാതയുടെ ഏറ്റവും മുകളിലും താഴെയുമുള്ള ഭാഗങ്ങളിൽ, അതായത് പാത തിരിച്ചു വരുന്ന 2 പോയിന്റുകളിൽ ടവർ ഏറ്റവും സാവധാനത്തിലാണ് നീങ്ങുക. ന്യൂയോർക്ക് സിറ്റിക്ക് നേരെ മുകളിൽ വരുമ്പോൾ ഏറ്റവും സാവധാനം സഞ്ചരിക്കുന്ന വിധത്തിലാണ് ക്ലൗഡ്സ് എയോ ഇതിന്റെ ഭ്രമണപഥം ക്രമീകരിച്ചിട്ടുള്ളത്. ദിനചക്രത്തിലെ ആ പോയിന്റിൽ ടവറിന്റെ വേഗത കുറയുമ്പോൾ ആളുകൾക്ക് കയറാനും ഇറങ്ങാനും കഴിയുന്നത്ര അത് ഭൂമിക്ക് അടുത്തു വരും എന്നതാണ് ആശയം. താമസക്കാർ ടവറിൽ നിന്ന് താഴേക്ക് പാരച്യൂട്ട് ചെയ്ത് ഇറങ്ങുന്നത് കാണിക്കുന്ന ചില ചിത്രീകരണങ്ങൾ സ്ഥാപനത്തിൻ്റെതായി തന്നെയുണ്ട്. അതിശയോക്തിയല്ല, യഥാർത്ഥ നിർദ്ദേശത്തിന്റെ ഭാഗം തന്നെയാണിത്. കെട്ടിടത്തിനുള്ളിലെ ഡിസൈൻ ലംബമായി പല മേഖലകളിലായി തിരിച്ചിരിക്കുന്നു. ബിസിനസ് വാണിജ്യ പ്രവർത്തനങ്ങൾ ടവറിന്റെ ഏറ്റവും താഴെ, ഭൂമിയോടടുത്ത്. ഉറക്കവും മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങളും അതിനു മുകളിൽ ടവറിന്റെ 2/3 ഭാഗത്താണ് നടക്കുക. ഏറ്റവും മുകളിൽ ഓർക്കുക, ബഹിരാകാശത്തേക്ക് 10,000 കിലോമീറ്ററുകൾ ഉള്ളിൽ അന്തരീക്ഷം യഥാർത്ഥത്തിൽ പ്രതികൂലമാകും. ടവറിന്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിൽ താമസക്കാർക്ക് ദിവസവും ഏകദേശം 45 മിനിറ്റ് അധികമായി പകൽ വെളിച്ചം ലഭിക്കും. കാരണം നിലത്തു നിന്ന് കാണുന്നതിന് മുമ്പും ശേഷവും സൂര്യനെ കാണാൻ കഴിയുന്നത്ര ഉയരത്തിലാണ് അവർ. പക്ഷെ അവിടെ അതിജീവിക്കാൻ അവർക്ക് യഥാർത്ഥ സ്പേസ് സൂട്ടുകൾ വേണ്ടിവരും. കാരണം അന്തരീക്ഷം ഏകദേശം ശൂന്യതയോളം നേർത്തതാകുകയും താപനില -40 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുകയും ചെയ്യും. ഭൂമിയിലെ ഒരു അമ്പരചുംബിക്കും അവകാശപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഈ കെട്ടിടം സ്വയം പര്യാപ്തമായിരിക്കും. ഭൂമിയിൽ നിന്ന് ഒന്നും വേണ്ടാത്ത രീതിയിൽ. സ്പേസ് ബേസ് സോളാർ പാനലുകളിൽ നിന്നാകും വൈദ്യുതി. അവിടെ സൂര്യപ്രകാശം അന്തരീക്ഷത്താൽ ഫിൽട്ടർ ചെയ്യപ്പെടാതെ ഏകദേശം സ്ഥിരമായി ലഭിക്കും. മേഘങ്ങളിൽ നിന്ന് പോലും ഈർപ്പം ശേഖരിച്ച് പുനരുപയോഗിക്കുന്ന ഒരു സെമി ക്ലോസ് ലൂപ്പ് സംവിധാനത്തിൽ നിന്നാകും വെള്ളം. ഇത് നിലത്തു നിന്നുള്ള വിതരണ ശൃംഖലകളെ ആശ്രയിക്കുന്നത് കുറക്കും. സാധാരണ കേബിൾ എലിവേറ്ററുകൾക്ക് ഇത്രയും ദൂരവും ഗുരുത്വാകർഷണ വ്യതിയാനവും കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിനാൽ തികച്ചും വ്യത്യസ്തമായ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളാണ് ഡിസൈനിൽ പ്രതീക്ഷിക്കുന്നത്. ഒരൊറ്റ തുടർച്ചയായ എലിവേറ്റർ ഷാഫ്റ്റിന് പകരം ടവറിന്റെ വ്യത്യസ്ത മേഖലകളിലൂടെ ഘട്ടം ഘട്ടമായി ആളുകളെ കൊണ്ടുപോകുന്ന വൈദ്യുതകാന്തിക അല്ലെങ്കിൽ കേബിൾലെസ് ലിഫ്റ്റ് സാങ്കേതിക വിദ്യ. ന്യൂയോർക്കിലോ പാശ്ചാത്യ രാജ്യങ്ങളിലോ അല്ല ക്ലൗഡ്സ് എയോ ഈ കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ദുബായിലാണ്. ദുബായ് ആണത്രേ ഏറ്റവും അനുയോജ്യമായ സ്ഥലം. ദുബായ് ഇതിനകം സൂപ്പർ ജോൾ നിർമ്മാണത്തിൽ ലോകത്തിന് നേതൃത്വം നൽകുന്നു.
ബുർജ് ഖലീഫയുടെ ആസ്ഥാനമാണ്. കൂടാതെ അവിടെ ഭൂമിയുടെയും നിർമ്മാണത്തിന്റെയും ചിലവ് ന്യൂയോർക്ക് പോലെയുള്ള ഒരു നഗരത്തെക്കാൾ വളരെ കുറവാണ്. സ്ഥാപനത്തിന്റെ തന്നെ കണക്ക് പ്രകാരം ചതുരശ്ര അടിക്ക് ഏകദേശം 15 ഇരട്ടി വിലക്കുറവ്. ദുബായിൽ ടവർ ആദ്യം നിലത്ത് നിർമ്മിച്ച ശേഷം പിന്നീട് അതിനെ ആസ്ട്രോയിഡിൽ കെട്ടി അതിന്റെ അന്തിമമായ ഭ്രമണപഥ സ്ഥാനത്തേക്ക് മാറ്റുക എന്നതാണ് പദ്ധതി. ഇനിയാണ് ഈ കഥയിലെ സത്യസന്ധമായ ഭാഗം. ഈ ടവർ ഒരിക്കലും നിർമ്മിക്കാൻ കഴിയില്ല. ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാത്രമല്ല, യഥാർത്ഥമായി നോക്കിയാൽ ഇനി വരാവുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും ഈ ടവർ നിർമ്മിക്കാൻ പറ്റില്ല. ടവർ ആകാശത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യേണ്ട ആ കേബിളിന് മാത്രം ഇന്നത്തെ ഒരു മെറ്റീരിയൽ സയൻസിനും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തത്ര ബലവും നീളവും വേണ്ടിവരും. മാത്രമല്ല, മുഴുവൻ ആശയവും ആശ്രയിക്കുന്നത് മനുഷ്യരാശിക്ക് ഒരു യഥാർത്ഥ ആസ്ട്രോയിഡ് പിടിച്ചെടുത്ത് കൃത്യമായ ഒരു സ്ഥിരമായ ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാൻ കഴിയുമെന്നതിലാണ്. ഇത് നാസ തന്നെ ഒരിക്കൽ ഗൗരവമായി പഠിച്ച ഒരു കാര്യമാണ്. ആസ്ട്രോയിഡ് റീഡയറക്ട് മിഷൻ എന്ന പദ്ധതിക്ക് കീഴിൽ അനലമ്മ ടവറിന്റെ ആശയം അവതരിപ്പിച്ച അതേ വർഷം 2017 തന്നെ ആ ദൗത്യം റദ്ദാക്കപ്പെട്ടു. ഡിസൈനർമാർക്ക് ഇതെല്ലാം അറിയാം. നിർമ്മാണത്തിന് തയ്യാറായ ഒരു എഞ്ചിനീയറിംഗ് ബ്ലൂ പ്രിന്റ് ആണ് ഇതെന്ന് അവർ ഒരിക്കലും അവകാശപ്പെടുന്നുമില്ല. 1960കളിലെ ആർക്കിഗ്രാമിന്റെ വാക്കിംഗ് സിറ്റി അല്ലെങ്കിൽ സൂപ്പർ സ്റ്റുഡിയോയുടെ കണ്ടിന്യൂസ് മോണ്യുമെന്റ് പോലെയുള്ള ഒരിക്കലും നിർമ്മിക്കാൻ ഉദ്ദേശിക്കാതെ ഒരു ആശയത്തെ കഴിയാവുന്നിടത്തോളം മുന്നോട്ട് കൊണ്ടുപോയി ബാക്കിയുള്ളവർക്ക് അതിൽ നിന്ന് കൃത്യമായി പ്രചോദനങ്ങൾ ലഭിക്കാനായി മാത്രം രൂപകൽപ്പന ചെയ്ത പേപ്പർ ആർക്കിടെക്ചർ എന്ന ദീർഘകാല പാരമ്പര്യത്തിലാണ് അനാലമ്മ ടവറും ഉൾപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ അനാലമ്മ ടവർ എന്നത് നിങ്ങൾ ഒരിക്കലും കയറാൻ പോകുന്ന കെട്ടിടമല്ല. പകരം ആർക്കിടെക്ചർ രംഗത്തുള്ളവരുടെ ബുദ്ധിയെയും ചേതനയെയും ഉണർത്തി കൂടുതൽ അപാരമായ ഡിസൈനുകൾ ഉണ്ടാക്കാൻ പ്രചോദിപ്പിക്കാനുള്ള ഒരു ആശയം മാത്രമാണ്. ക്ലൗഡ്സ് ആർക്കിടെക്ചർ ഓഫീസ് ഇതിന് ഒരിക്കലും തറക്കല്ലിടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഭൂമിയെ സ്പർശിക്കാത്ത ഒരു അമ്പരചുംബിയെ ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ലോകം സങ്കല്പിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഭൂമിയിലെ എല്ലാ മനുഷ്യ കണ്ടുപിടുത്തങ്ങളും തുടങ്ങുന്നത് ഇത്തരം ചിന്തകളിൽ നിന്നാണ്. സോ മേ ബി ഇൻ ദി ഫ്യൂച്ചർ ദിസ് കുഡ് ബിക്കം എ റിയാലിറ്റി.